അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സംഭാഷണ ഗാനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ സാറയെ എല്ലാവരും ഉപദേശിച്ചിട്ടും സാറ അതൊന്നും കേൾക്കാതെ ലസ്തു അഖാഫു മിന സയ്യാറ, എനിക്ക് കാറിനൊന്നും ഒരു പേടിയുമില്ല എന്ന് പറഞ്ഞ് റോട്ടിലേക്ക് കളിക്കാൻ തന്നെ പോവുകയാണല്ലേ. അങ്ങനെയാണ് ഒരു നായക്ക് വന്നിട്ട് കാറ് തട്ടുന്നത്, ആക്സിഡൻ്റ് ആവുന്നതൊക്കെ അത് കണ്ടു. ഇനി അതിൻ്റെ ബാക്കി തുടർച്ചയാണ് നമുക്ക് എടുക്കാനുള്ളത് അല്ലേ. നോക്കാം. അറഅയ്തൽ കൽബൽ മിസ്കീന സ്വറ ശുഊരിൽ ആന ഹസീന അറഅയ്തിൽ കൽബൽ മിസ്കീന ലാ യഫ്ഹമു അൽവാഅ ഇശാറ ലാ യൻളുറു യുസ്റ വയമീന. അറഅയ്തൽ കൽബൽ മിസ്കീന, അറഅയ്ത നീ കാണുന്നില്ലേ, അൽ കൽബൽ മിസ്കീന ഈ പാവം നായയെ നീ കാണുന്നില്ലേ. സ്വാറ ഷുഊരിൽ ആന ഹസീന, ഞാനിപ്പോൾ ആയി, അൽ ആന ഇപ്പോൾ, ഹസീനൻ ദുഃഖിതനായി. അറഅയ്തൽ കൽബൽ മിസ്കീന നീ കാണുന്നില്ലേ ഈ പാവപ്പെട്ട നായയെ. വീണ്ടും ആവർത്തിക്കുകയാണ്. ലാ യഫ്ഹമു അൽവാ ഇഷാറ, ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ സിഗ്നലിൻ്റെ പ്രകാശം. സിഗ്നൽ ചുവപ്പ് വരും, മഞ്ഞ തെളിയും, പച്ച തെളിയും, ഇങ്ങനെയുള്ള അതിൻ്റെ ലൈറ്റുകൾ നായക്ക് മനസ്സിലാകില്ലല്ലോ. നായക്ക് മനസ്സിലായോ? ഇല്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, നായ ഓടിപ്പോയതും കാറ് തട്ടിയതൊക്കെ. ലാ യൻളുറു യുസ്റാ വയമീന, അതുകൊണ്ട് തന്നെ നായ ഇടത്തേക്കും വലത്തേക്കും ഒന്നും നോക്കാതെ നായ ഓടിപ്പോയി. ഇങ്ങനെ നമ്മൾ ആരും പറഞ്ഞത് കേൾക്കാതെ അങ്ങനെ നായയെപ്പോലൊക്കെ റോട്ടിൽ കളിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ സംഭവിക്കും. ആ ഉപദേശങ്ങളാണ് നേരത്തെ ആരോട്, യുസ്രയോട് നടത്തിയത്. ഇപ്പോൾ അവൾക്ക് എന്തായി, മനസ്സിലായി. അപ്പോൾ ഇനി അവൾ പറയാണ്, ഇന്നി ആസിഫത്തുൻ യാ മുസ്അബ് ലാ തഹ്സൻ അബദൻ ലാ തൽഗബ് തഗ്ലബ് ഫൽ ഖൽബുൽ മിസ്കീനു യുആനി ഹയ്യാലിൽ മുസ്തശ്ഫാ നദ്ഹബ്. ഇന്നി ആസിഫത്തുൻ, നമ്മൾ വെരി സോറി എന്ന് പറയില്ലേ, സോറി യാ മുസ്അബേ ലാ തഹസൻ നീ ദുഃഖിക്കണ്ട. മുസ്അബിന് ഭയങ്കര ദുഃഖമായിരുന്നു ഞാൻ പറഞ്ഞത്, സാറ് കേൾക്കാത്തതുകൊണ്ടല്ലേ. നീ ദുഃഖിക്കണ്ട, അബദൻ ഒരിക്കലും നീ ദുഃഖിക്കണ്ട. ലാ തഗ്ലബ് നീ എന്നെ ദേഷ്യം വിടും വേണ്ട. ഫൽ കൽബുൽ മിസ്കീനു ഈ പാവപ്പെട്ട നായ യുവാനി നമുക്ക് നായയെ സഹായിക്കാം, നമുക്ക് കൊണ്ടുപോകാം. ഹയ്യാലിൽ മുസ്തശ്ഫ നദ്ഹബ് നമുക്കതിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ സാറ് പറയാണ് മുസ്അബിനോട്, ഇനി നീ ദുഃഖിക്കുകയോ ദേഷ്യപ്പെടുകയോ വേണ്ട, ഇനി ഒരിക്കലും ഞാൻ റോട്ടിൽ കളിക്കുക ഇല്ല എന്ന് മുസ്അബിനോട് പറയാണ്. അവിടെ രണ്ട് ചോദ്യമുണ്ട് അല്ലേ. മാ സബബു ഹുസ്നി മുസ്അബിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അല്ലേ. മുസ്അബിന് ഭയങ്കര ദുഃഖമായി അല്ലേ. സ്വാറ ഷൂരിൽ ആന ഹസീന ഭയങ്കര ദുഃഖിതനായി എന്ന് പറഞ്ഞില്ലേ. എന്താണ് കാരണം? അവിടെ നമ്മൾ കാരണം എഴുതണം അല്ലേ. അഖ്തറ സയ്യാറത്തു, അഖ്തറ എന്ന് പറയാ അല്ല, എന്താ പറയുക, മുട്ടി ഇടിച്ചു എന്നുള്ളതിനൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഒരു പേജ് അപ്പുറത്ത് തന്നെ പറഞ്ഞിട്ടില്ലേ. കൈലാ തസ്ദുമന, ഇടിക്കാതിരിക്കാൻ വേണ്ടി, മുട്ടാതിരിക്കാൻ വേണ്ടി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. കൈലാ തസ്ദുമ. അപ്പോൾ തസ്ദുമ എന്നാണ് എന്ത്, ഇടിക്കുക എന്നുള്ള വാക്ക്. അപ്പോൾ നമുക്കെന്ന് തസ്ദുമ സയ്യാറത്തു അൽ കൽബ, നായയെ കാറിടിച്ചു. അതാണ് എന്തിൻ്റെ കാരണം? സബബു ഹുസ്ന് മുസ്അബിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അതായിരുന്നു അല്ലേ. പിന്നെ കൈഫ വഖാൽ കൽബു ഫിൽ ഹാദിസത്തി, ഈ അപകടത്തിൽ നായ അകപ്പെട്ടു. എങ്ങനെയാണ് അകപ്പെട്ടത്? എന്തുകൊണ്ടാണ്? നായക്ക് ഇഷാറത്തിൻ്റെ പ്രകാശങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അല്ലേ. ലാ യഫ്ഹമു അൽവാ ഇഷാറത്തിൻ, പിന്നെ വേണമെങ്കിൽ അതും കൂടെ എഴുതാം. വലാ യൻളുറു യുസ്റാ വയമീനൻ, ഇടവും വലവും നോക്കാത്തതും, പിന്നെ ഇഷാറത്തിൻ്റെ ലൈറ്റുകൾ തെളിയുന്നത് മനസ്സിലാകാത്തതുമാണ് നായക്ക് അപകടം സംഭവിച്ചത് അല്ലേ. അടുത്ത പേജ് നോക്കാം.
ശുക്റൻ മിൻ ഖൽബി ലിഇശാറ ഫശാരിഉന യരിഫു അഖ്താറ ലാ യസ്ലുഹു അന്നൽ അബ ഫീഹി കൈലാ തസ്ദുമന സയ്യാറ. ഇതൊക്കെ നമ്മൾ വരികളൊക്കെ നമ്മൾ ആദ്യം പഠിച്ചതാണ്. ശുക്റൻ മിൻ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള. സാറ പറയാണ്, എല്ലാവരും ഉപദേശിച്ചപ്പോൾ കേട്ടില്ല, ഇപ്പം നേരിട്ട് അനുഭവിച്ചു അല്ലേ. അപ്പോൾ പിന്നെ സാറ പറയാണ്, ശുക്രൻ നന്ദി, മിൻ ഖൽബി എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി, ഇല്ലേ ഇഷാറ. ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? സിഗ്നൽ. സിഗ്നലിനോട് പറയാണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഫഷാരിയു റോഡ്, നാരിഫു ഞാൻ മനസ്സിലാക്കുന്നു, അഖ്താറൻ അത് അപകട സ്ഥലമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ലാ യസ്ലഹു അൻ നൽ അബ ഫീഹി ഇവിടെ കളിക്കാൻ കഴിയില്ല എന്നും എനിക്ക് മനസ്സിലായി. എന്തിനു വേണ്ടി? കൈലാ തസ്ദുമന സയ്യാറ കാറ് വന്ന് മുട്ടാതിരിക്കാൻ വേണ്ടി. ഇവിടെ ഒരു ചോദ്യമുണ്ട് അല്ലേ. കൈഫ അറഫ്ത സാറ അൻ അഖ്താരി ഷാരി, റോഡ് അപകടമാണ്, റോഡ് അപകടമാണെന്ന് സാറ മനസ്സിലാക്കിയത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നായയെ കാറ് ഇടിച്ചപ്പോൾ അല്ലേ. അപ്പം എങ്ങനെ എഴുതാം? നായയെ, മലയാളം ഞാൻ പറഞ്ഞു, അറബി നിങ്ങൾ എഴുതണം. നായയെ കാറ് ഇടിച്ചപ്പോൾ, അതിൻ്റെ ഒരു ക്ലൂ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരം കഴിഞ്ഞ പേജിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളിത് എഴുതി കൊടുക്കണം കേട്ടോ. ഇത് എഴുതിയ ആൾ, ഈ കവിത എഴുതിയ ആൾ അസയ്യിദത്ത് ഈമാൻ മുഹമ്മദ് അലി അൽ ഹംദ് എന്ന് പറയുന്ന, അലിയുൽ ഹംദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ സംഭാഷണ കവിതകൾ രചിച്ച ആൾ കേട്ടോ. പേര് നോട്ട് ചെയ്യണം, മറക്കരുത്. ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം കൊടുത്തിട്ട് ഈ കവിത എഴുതിയ ആൾ അല്ലെങ്കിൽ ലായ സാറ എന്ന് കൊടുത്തിട്ട് ചേരുംപടിയിൽ അസയ്യിദത്തു ഈമാൻ മുഹമ്മദ് അലിയുൽ ഹംദ് എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് ചേരുംപടി ചേർക്കാനൊക്കെ കഴിയണമെങ്കിൽ ഈ പേരും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഇനി നമുക്ക് പിന്നെ ഈ കവിതയുമായി ബന്ധപ്പെട്ട ചില വർക്കുകളാണ്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർത്തിയായിട്ട് പറയാൻ സമയം വീഡിയോ വൈകും. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.